ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചത്തപച്ച ദ റിംഗ് ഓഫ് റൗഡീസ് കൊച്ചി ബേസ് ചെയ്തിട്ട് വീണ്ടും ഒരു പടം കൂടി. അദ്വൈത് നായരാണ് സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. അദ്വൈത് നായർ ജിത്തു ജോസഫിൻ്റെ ഒക്കെ അസിസ്റ്റൻ്റൊക്കെ ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള വ്യക്തിയാണെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും സിനിമ എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ ഒറ്റ വാക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇടിപ്പടം. സിനിമയുടെ തുടക്കം തൊട്ട് അവസാനം വരെ ഇടിയോടിടി തന്നെയാണ്. സിനിമേൻ്റെ ഒരു 70% ഭാഗവും അവർ പറഞ്ഞിട്ടുള്ളത് ആ രീതിയിൽ തന്നെയാണ്. അത് കോസ്റ്റ്യൂം റെസ്ലിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം, അമേരിക്കയുള്ള സംഭവമൊക്കെ ആണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ WWE ആ ഒരു നൊസ്റ്റാൾജിയ സംഭവമൊക്കെ പരമാവധി മുതലെടുക്കാൻ വേണ്ടി ആയിട്ട് ഈ സിനിമയിൽ കൂടി അവർ 90 കിഡ്സിനെയൊക്കെ മുതലെടുക്കാനുള്ള ഒരു ശ്രമം ആ ഒരു സിനിമയിൽ കൂടി നടക്കുന്നുണ്ട്. അത് എത്രത്തോളം വിജയിച്ചു എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല, അത്യാവശ്യമൊക്കെ വിജയിച്ചിട്ടുണ്ട്. ഈ സിനിമയുടെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് സി ചന്ദ്രനാണ്. അതുപോലെ തന്നെ സിനിമയിൽ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ശങ്കർ ഇഷാൻ ലോയാണ്. അതുപോലെ തന്നെ സ്കോർ ചെയ്തിരിക്കുന്നത് മുജീബ് മജീദാണ്. പിന്നെ പാട്ടിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പാട്ടുകൾ എനിക്ക് വലിയൊരു ഇമ്പാക്റ്റുള്ളതായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അടിപൊളിയാണ്. സിനിമയുടെ ഒരു ഗുസ്തി ആ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ സൃഷ്ടിക്കാൻ വേണ്ടി വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ആർട്ട് വർക്കും അതേപോലെ തന്നെ എടുത്തു പറയേണ്ട ലൈറ്റിംഗ് വർക്ക്, ആർട്ട് വർക്ക്, ആ ഒരു റിങ് അവിടെ ഉണ്ടാകുന്ന ലൈറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ എല്ലാം അടിപൊളിയായിട്ടുണ്ട്. അതൊക്കെ സംഭവം അത്യാവശ്യം നന്നായിട്ട് കിട്ടുന്നുണ്ട്. ഇനി മെയിനായിട്ടുള്ള കാര്യം താരങ്ങളുടെ പ്രകടനം. യെസ്, ആസ് യൂഷ്വൽ ഹീറോ അർജുൻ അശോകനാണ്. അതുപോലെ തന്നെ റോഷൻ മാത്യു, വിശാഖ് നായർ, ഇഷാൻ ഷൗക്കത്ത്, അങ്ങനെ ഇഷ്ടംപോലെ നടന്മാരുണ്ട്. സിദ്ദീഖ് ഉണ്ട്, അതുപോലെ തന്നെ തസ്നി ഖാനുണ്ട്. അങ്ങനെ എത്ര നടന്മാരുണ്ട് എന്ന് വെച്ചാൽ കയ്യും കണക്കൊന്നുമില്ലേ. അതുപോലെ ഇഷ്ടംപോലെ ക്യാമിയോ റോൾസ് ഉണ്ട്. അതായത് ഖാലിദ് അമേരി ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ ഈ ഷോർട്സ് ഇതൊക്കെ ചെയ്യുന്നത്. അതുപോലെ രഞ്ജിനി ഹരിദാസ് അടക്കം ആരൊക്കെയുണ്ട്, സെക്കൻഡുകൾ കൊണ്ടൊക്കെ ഇഷ്ടംപോലെ ക്യാമിയോ റോൾസൊക്കെ സിനിമേൻ്റെ അകത്ത് വന്നു പോകുന്നുണ്ട്. സിനിമ നല്ല സ്പീഡിൽ അങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ പരമാവധി ഒരു ബോറടിപ്പിക്കാണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് സിനിമ. പിന്നെ സിനിമയിൽ എടുത്തു പറയേണ്ട ഒരു താരങ്ങളുടെ പ്രകടനമായിട്ട് തോന്നുന്നു. ഒന്ന് ഇതിൽ റോസ് എന്ന് പറയുന്ന ഒരു ചെറിയ കുട്ടീനെ അവതരിപ്പിച്ചിട്ടുള്ള വേദിക എന്ന് പറയുന്ന ഒരു കുട്ടി, അടിപൊളി പ്രകടനമാണ് ആ കുട്ടീൻ്റെത്. വളരെ നാച്ചുറലായിട്ട് വളരെ നന്നായിട്ട് തന്നെ കോമഡിയും കാര്യങ്ങളും ഇമോഷൻസും ഒക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ട് ആ കുട്ടി. അതുപോലെ തന്നെ വിശാഖ് നായരുടെ കാര്യം പിന്നെ എടുത്തു പറയേണ്ടതായിട്ടില്ല. കാരണം ഓഫീസർ ഡ്യൂട്ടിയിലൊക്കെ അദ്ദേഹം അസാധ്യ പ്രകടനമാണ്. അതേ ലെവലിൽ തന്നെ അതേ മീറ്ററിലൊക്കെ പിടിച്ചിട്ട് തന്നെ അടിപൊളി പ്രകടനമാണ്. പിന്നെ റോഷൻ മാത്യുവിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ള അഭിനയമായിട്ടാണ് എനിക്ക് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ അഭിനയം തോന്നാറുള്ളത്. മോശമൊന്നും പറയാനില്ല. പിന്നെ അടുത്തത് ഇങ്ങനെയുള്ളൊരു സിനിമ വന്ന സമയത്ത് ബോഡി ഫിസിക്ക് ഇതിലൊരു ഒറ്റ ആക്ടേഴ്സും അർജുൻ അശോകനായാലും വിശാഖ് നായരായാലും സിക്സ് പാക്ക് ബോഡിയൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് എല്ലാവരും അതിൽ യാതൊരു വിട്ടുവീഴ്ചയും റോഷൻ മാത്യു സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം ഇതിലെ മഹാനടൻ്റെ ക്യാമിയോ റോള്. സത്യം പറഞ്ഞാൽ ഈ സിനിമയിൽ ഏറ്റവും മോശമായിട്ട് വന്നിട്ടുള്ളത് എനിക്ക് മാത്രമാണോ എന്നുള്ള അറിയില്ല, എനിക്ക് വളരെ മോശമായിട്ട് തോന്നിയിട്ടുള്ളൊരു സംഭവം അതാണ്. എന്തുകൊണ്ടോ അത് ഈ സിനിമയ്ക്ക് ഒരു സ്യൂട്ടബിളായിട്ട് വന്നിട്ടില്ല. ഒരു പക്ഷേ ഇങ്ങനത്തെ കുറേ ക്യാമിയോ റോൾ കണ്ട് മടുത്തിട്ടാണോ എന്താണെന്നുള്ള അറിയില്ല. ആ ഒരു അതിനുശേഷം സിനിമയ്ക്ക് ഒരു ഗ്രിപ്പ് കിട്ടാത്തതായിട്ട് തോന്നി ആ ഒരു ക്യാമിയോ റോളിന് ശേഷം. അതാരും എന്ത് എന്നുള്ളതൊക്കെ നിങ്ങൾ തന്നെ സിനിമ കണ്ടു കഴിച്ച് മനസ്സിലാക്കുക. അദ്ദേഹത്തിന് ഈയിടെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രകടനങ്ങൾ, അദ്ദേഹത്തിൻ്റെ ഓസ്കാർ വേദിയിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ സിനിമ ബ്രഹ്മയുഗം സെലക്ട് ചെയ്തതും ഒക്കെ ആളെ മനസ്സിലായല്ലോ. എനിക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യം, അത്ര ഇഷ്ടപ്പെട്ട ഒരു ആക്ടർ തന്നെയാണ് അദ്ദേഹം. പക്ഷേ ഇതിൽ അദ്ദേഹത്തിൻ്റെ ഡെലിവറി അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജ് എന്തോ എവിടെയൊക്കെയോ ചെറുതായിട്ട് പാളിയ പോലെ തോന്നി. മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ടൈം വാച്ചബിൾ തന്നെയാണ്. നന്നായിട്ട് ഇങ്ങനത്തെ റെസ്ലിംഗ് സിനിമകളൊക്കെ WWE ഒക്കെ നമുക്ക് ചെറുപ്പത്തിൽ നമുക്ക് കണ്ട് പരിചയമുള്ള ആളുകൾക്ക് ആ ഒരു നൊസ്റ്റാൾജിയ നല്ല രീതിയിൽ ഫീൽ ചെയ്യും. ആ ഫൈറ്റിംഗ് ഒക്കെ നല്ല രീതിയിൽ തന്നെ അവർ ഇത് ചെയ്തിട്ടുണ്ട്. ആ ഒരു കൊച്ചിയിൽ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് ഇങ്ങനെ ഒരു ഉപേക്ഷിക്കപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ അതിൻ്റെ ഉള്ളിലുള്ള ഒരു റിങ്ങിൻ്റെ ഉള്ളിൽ ഒരുപാട് ഫൈറ്റിങ്ങും കാര്യങ്ങളും. പിന്നെ കുറേ യൂട്യൂബ് താരങ്ങൾ, അതുപോലെ ലക്ഷ്മി, യൂട്യൂബറായിട്ടുള്ള ലക്ഷ്മി, മിഥുൻ്റെ ലക്ഷ്മി ഉണ്ടല്ലോ, അവരുണ്ട്. അവർക്കൊക്കെ ഒരു ത്രൂ ഔട്ട് റോൾ തന്നെയുണ്ട്. പിന്നെ ഒരുപാട് ഇങ്ങനെ സോഷ്യൽ മീഡിയ, യൂട്യൂബ് ഷോർട്സ്, റീൽസ് താരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. ടോട്ടലായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സിനിമ തുടക്കത്തിലൊക്കെ സിനിമ ഡൗൺ ആകുന്നു, പിന്നീട് അർജുൻ അശോകൻ വരുന്നു, വിശാഖ് നായർ വരുന്നു. വിശാഖ് നായർ വരുമ്പോഴാണ് സിനിമ ഒന്ന് അപ്പാകുന്നത്. വീണ്ടും സിനിമ ഡൗൺ ആകുന്നു, വീണ്ടും അപ്പാകുന്നു. അപ്പ് ആൻഡ് ഡൗൺ ഇങ്ങനെയുള്ളൊരു കളിയാണ്. അങ്ങനെ ഒരു കറക്റ്റ് മാർജിൻ പിടിച്ചു പോകാൻ സിനിമക്ക് പറ്റുന്നില്ല. അത് സിനിമയുടെ ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ട്. ആദ്യം നടക്കുന്ന ഫൈറ്റ്, ആദ്യമായിട്ട് കാണിക്കുന്ന ഒരു ഫൈറ്റ് ഉണ്ട്, അത് ഭയങ്കര ബോറായിട്ട് തോന്നി. റിങ്ങിൽ ആദ്യമായിട്ട് കാണിക്കുന്ന ഒരു ഫൈറ്റ്, ഒരു തടിച്ചിട്ടുള്ള ഒരാൾ, അദ്ദേഹത്തിൻ്റെ പേര് എനിക്കറിയില്ല, അത് എന്തോ കറക്റ്റ് ആയില്ല. അതിനുശേഷം അതേസമയം അർജുൻ അശോകായിട്ട് നടത്തുന്ന ഒരു ഫൈറ്റ്
അതൊക്കെ അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, ത്രൂ ഔട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞ ഇത് തന്നെ ഒരു ഇടിപ്പടം, അങ്ങനെ ഒരു ഇടിപ്പടം കാണാനുള്ള മൂഡിൽ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാണ്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഫാമിലിയൊക്കെ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു അത്യാവശ്യം നല്ല രീതിയിൽ ബഡ്ജറ്റൊക്കെ ഇറക്കിയിട്ടുള്ള ഒരു സിനിമയൊക്കെ തന്നെയാണ്. അങ്ങനെ വല്ലാണ്ട് ബോറടിക്കേണ്ടതായിട്ടുമില്ല, എന്നാൽ വല്ല പ്രതീക്ഷയൊന്നും വേണ്ട. ചില ഡയലോഗുകളൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ബോറിംഗ് ആയിട്ട് ക്രിഞ്ചായിട്ടൊക്കെ തോന്നും. ഇതിലെ സ്റ്റോറി എന്ന് പറയുന്നത് അതുപോലെ തന്നെ പറയേണ്ടതാണ്. മടുത്ത സ്റ്റോറി. അതായത് പറയുക, പഴയ പ്രേം നസീർ ജയൻ സിനിമയിലൊക്കെ പറയുന്നുണ്ട്, എൻ്റെ ഏട്ടൻ എന്നോട് പറഞ്ഞിട്ട് വീണ് കിടക്കുന്നതിനെ അടിക്കരുത്. ആ മോഡലൊക്കെ ചില ഡയലോഗ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇതിൽ ഇവർ ഇങ്ങനെ അപരിചിതരായിട്ടുള്ള ആളുകൾ, നാട് വിട്ടുപോയ ആളുകൾ വീണ്ടും കണ്ടുമുട്ടുമ്പോഴോ ഏട്ടനും കണ്ടുമുട്ടുമ്പോഴൊക്കെ ഉള്ള ആ ടൈപ്പ് ക്രിഞ്ച് സാധനങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റോഷൻ മാത്യുവിൻ്റെ, അതായത് അർജുൻ അശോകൻ നമ്മളൊരു ക്ലാഷ് ഉണ്ട്. അത് ആ വിശാഖ് നായർ ആയതുകൊണ്ട് മാത്രമാണ് അതവിടെ കുറച്ചെങ്കിലും വർക്കൗട്ട് ആയത്. അദ്ദേഹമാണ് ഈ സിനിമയെ ആ ഒരു സീനിലൊക്കെ രക്ഷിച്ചെടുക്കുന്നത്. അപ്പോൾ ഇനി കൂടുതലായിട്ട് പറയുന്നില്ല, സിനിമ നിങ്ങൾ തന്നെ കണ്ടു കഴിഞ്ഞിട്ട് ഒന്ന് അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.